RCB വേഴ്സസ് SRH അങ്ങനെ മത്സരം ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. സിമ്പിൾ വിജയം RCBയെ സംബന്ധിച്ച്. നമ്മുടെ ഇന്നത്തെ പ്രവചനവും RCB വിജയിക്കുമെന്ന് തന്നെയായിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. നമ്മളൊരു കാരണം പറഞ്ഞിരുന്നത് SRHയുടെ ക്യാപ്റ്റൻസിയുടെ ഒരു ഫസ്റ്റ് ക്യാപ്റ്റൻസിയാണ് ഷെങ്കിഷാൻ്റെ. അപ്പോൾ അതിൻ്റേതായ ചെറിയ പ്രശ്നങ്ങൾ കാണുന്നു. അത് ശരിക്കും ഈ കളിയിൽ നമ്മളെടുത്ത് കണ്ടു. പ്രത്യേകിച്ച് കീപ്പറായിട്ട് ഭയങ്കര മോശമായിരുന്നു ഷെങ്കിഷാൻ. അതുപോലെ ബൗളിംഗ് സെലക്ഷൻസൊക്കെ ഭയങ്കര മോശമായിരുന്നു. DRS എടുത്തത് അതിലും മോശമായിരുന്നു. എന്താ പറയുക, അതൊക്കെ എന്തായാലും ആവട്ടെ. എന്താ കളി കളിച്ച ബാംഗ്ലൂർ, ഒരു രക്ഷയില്ലാത്ത കളി. സിമ്പിൾ വിജയം. പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കോഹ്ലി ഫോം തുടർന്നു. അതുപോലെ നമ്മുടെ എന്താ പറയുക ക്യാപ്റ്റൻ രജത് പത്തിഡ, പുള്ളി വന്ന് ഒരു കൊടുങ്കാറ്റടിച്ച് അങ്ങോട്ട് പോയി. പക്ഷെ ഇവരൊന്നല്ല ഇന്നത്തെ താരം. ശരിക്കും ദേവദത്ത് പിടിക്കലാണ്. സോൾട്ടിൻ്റെ വിക്കറ്റ് ഫസ്റ്റ് ഓവറിൽ തന്നെ നഷ്ടമായ RCB പെട്ടെന്നൊന്ന് റൺ റേറ്റ് കുറയൂ എന്നൊരു പേടിച്ച് നിൽക്കുന്ന സമയത്ത് സാധാരണ രജത് പത്തിഡാർ ആണ് റൺ റേറ്റ് കഴിഞ്ഞ പോലെയൊക്കെ കയറ്റിയിരുന്നത്. അപ്പോൾ ഈ വട്ടം ആ സ്ഥലത്തേക്ക് ദേവദത്ത് പടിക്കൽ വന്നപ്പോൾ ഇനി ഒരു ടെൻഷൻ എല്ലാവർക്കും ഉണ്ടായിരുന്നു. ദേവദത്ത് പടിക്കലിൻ്റെ സ്ട്രൈക്ക് റേറ്റ് 127 ഓവറോൾ IPL. പക്ഷെ ഇന്ന് അതൊക്കെ മാറി. ഇന്ന് പുള്ളി ഒരു 220+ സ്ട്രൈക്ക് റേറ്റിലാണ് ബാറ്റ് ചെയ്തത്. സിമ്പിളായി വിജയിച്ചു. അപ്പോൾ RCB വട്ടം കപ്പടിക്കുന്ന ഫേവറേറ്റ് ടീമുകളിൽ ഒരു സ്ഥലത്ത് ഉണ്ടാവുമെന്ന് വീണ്ടും പ്രൂവ് ചെയ്തു. അപ്പോൾ നമ്മുടെ പ്രവചനം ഇന്നത്തെ ശരിയായി. അപ്പോൾ നാളത്തെ പ്രവചനം നാളെ നമുക്ക് കാണാം.